കേരളമൊട്ടുക്കും നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന 16ാമത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ 102 സീറ്റുകളുടെ ആധികാരികമായ ജയത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിച്ച UDF മുന്നണി സമഗ്രവും ആധികാരികവുമായ വിജയം കൊയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തെ ഭരിച്ചു മുടിച്ച CPM നയിക്കുന്ന ഇടതുമുന്നണിയെ കേവലം 35 സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇത്രയും വമ്പൻ വിജയം UDF ഏറ്റുവാങ്ങുമെന്ന് അവർ പോലും ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രവുമല്ല, ഒരു എക്സിറ്റ് പോളിൽ പോലും ഇത്രത്തോളം ഗംഭീരമായ ഒരു വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെട്ടുമില്ല. കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായി 3 സീറ്റുകൾ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും തങ്ങളുടെ മുന്നേറ്റത്തിൻ്റെ സൂചന ഉറപ്പിച്ചിരിക്കുകയാണ്. BJPയുടെ വോട്ട് ഷെയറിൽ ആധികാരികമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഘടകകക്ഷികളിൽ നിന്നും മത്സരിച്ചവരെല്ലാം മികച്ച രീതിയിൽ ജയിച്ചു കയറിയത് UDF മുന്നണിക്ക് വലിയ ആത്മവിശ്വാസമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലുമെല്ലാം അലയടിച്ചുയർന്ന് ഭരണകൂടത്തെ തകർത്ത് തരിപ്പണമാക്കിയത് ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു. DMK ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിൽ സിനിമാ താരം വിജയുടെ TVK സീറ്റുകളെല്ലാം തൂത്തുവാരിയപ്പോൾ മമതയുടെ തൃണമൂൽ കോൺഗ്രസിനെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്തുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ BJP തേരോട്ടം നടത്തിയത്. അസമിലും പോണ്ടിച്ചേരിയിലും ഭരണ തുടർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടികളിൽ UDFൽ അടിയുറച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച 8 സീറ്റുകളിൽ 7ഉം ആധികാരികമായി ജയിച്ചു കയറി. ഇരിങ്ങാലക്കുട, കോതമംഗലം, ചങ്ങനാശ്ശേരി, തിരുവല്ല, കുട്ടനാട് തുടങ്ങിയ മണ്ഡലങ്ങൾ ജോസഫ് ഗ്രൂപ്പ് ഇടതുപാളയത്തിൽ നിന്ന് പിടിച്ചെടുത്തപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബിന്ദുവിനെ തോമസ് ഉണ്ണിയാടൻ വെള്ളപ്പാടകലത്തിൽ തോൽപ്പിച്ചത് അമ്പരപ്പിക്കുന്ന വിജയം തന്നെയായിരുന്നു. അതേസമയം ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷിയായി 12 സീറ്റുകളിൽ മത്സരിച്ച മാണി കോൺഗ്രസ് ചരിത്രത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ തകർച്ചയാണ് നേരിട്ടത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്ന പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും ഇടുക്കിയിലുമെല്ലാം കേരള കോൺഗ്രസ് അടപടലം പൊട്ടിത്തകരുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു സീറ്റ് പോലും മാണി കോൺഗ്രസിന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. മത്സരിച്ച 26 സീറ്റുകളിലും ആധികാരികമായ വിജയം കൈവരിച്ച മുസ്ലിം ലീഗ് വരാൻ പോകുന്ന UDF ഭരണത്തിലെ നിർണായകമായ ശക്തിയായി മാറും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. മലപ്പുറം ജില്ലയിലെ തവനൂരിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച VS ജോയിക്ക് ആധികാരികമായ വിജയം സമ്മാനിച്ചുകൊണ്ട് ലീഗ് അവരുടെ മതേതര നിലപാടുകൾ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ കടപുഴകി വീഴുന്ന കാഴ്ചകളാണ് കേരളം കണ്ടത്. CPM എന്ന പാർട്ടിയുടെ പരമാധികാരിയായ സെക്രട്ടറിയായും പാർട്ടി നയിച്ച മുന്നണിയുടെ മുഖ്യമന്ത്രിയായും നീണ്ട നൂറ്റാണ്ടുകളോളം അധികാര രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ ഉപവിഷ്ടനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രായത്തിൻ്റെ അവശതകൾക്കിടയിലും നേടിയ വിജയവും അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെയും കൊട്ടാരക്കരയിലെ ബാലഗോപാലിൻ്റെയും വിജയവും ഒഴിച്ചാൽ CPMനായി മത്സരിച്ച മന്ത്രിമാരെല്ലാം ഒന്നിനു പുറകെ ഒന്നായി തോറ്റമ്പി എന്നതിനപ്പുറത്ത് കേവലം 25ൽ താഴെ സീറ്റുകളിലേക്ക് CPM കൂപ്പുകുത്തിയത് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായി മാറുകയാണ്. എന്തുകൊണ്ടാണ് ഇടത് കോട്ട കൊത്തളങ്ങൾ ഇത്തരത്തിൽ തകർന്നടിയുകയും വലതു കോട്ടകൾ ശക്തി ആർജിക്കുകയും ചെയ്തത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് പിണറായി വിജയൻ എന്ന സ്വയം പ്രഖ്യാപിത സ്വേച്ഛാധിപതിക്കെതിരെ കേരളമൊട്ടുക്കും അലയടിച്ച ഇടത് ഭരണ വിരുദ്ധ വികാരം തന്നെയാണ്. എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിക്കുന്നത് നിഷ്പക്ഷ വോട്ടുകളാണ്. എന്നാൽ UDFന്റെ ആധികാരികമായ വിജയത്തിനപ്പുറത്ത് LDF തകർച്ചയിലേക്ക് കൂപ്പുകുത്തണമെന്ന വാശിയോടെ ഇടത് അനുഭാവികൾ പോലും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു എന്ന് വേണം നമ്മൾ ഈ റിസൾട്ടിൽ നിന്നും മനസ്സിലാക്കാൻ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇലക്ഷന് തൊട്ടു മുൻപ് പാർട്ടി അംഗത്വം വലിച്ചെറിഞ്ഞ് CPMന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സ്വതന്ത്രരായി ജനവിധി തേടി വമ്പൻ വിജയം നേടിയ പരമ്പരാഗത CPMകാരായ പയ്യന്നൂരെ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിലെ TK ഗോവിന്ദനും അമ്പലപ്പുഴയിൽ മുൻ മന്ത്രി കൂടിയായ G സുധാകരനും നേടിയ അമ്പരപ്പിക്കുന്ന വിജയങ്ങളെ കാണാൻ. അതിനൊപ്പം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇടതുകോട്ടയായ തൃക്കരിപ്പൂരിൽ വലിയ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ജയിച്ചു കയറിയ സന്ദീപ് വാര്യരുടെ വിജയവും. അതും 5213 വോട്ടുകളുടെ ആരെയും അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷത്തിൽ. UDF നടത്തിയ ചിട്ടയോടുകൂടിയ പ്രവർത്തനവും CPMന്റെ തുടർഭരണം നിമിത്തം ഉണ്ടാക്കി വച്ച പിടിപ്പുകേടുകളിലും അപാകതകളിലും കൃത്യമായി പിടിമുറുക്കിക്കൊണ്ട് തങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജികൾ അവതരിപ്പിക്കാൻ UDFന് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ ആധികാരിക വിജയത്തിലെ പ്രധാനപ്പെട്ട കാര്യം.
സ്ത്രീകളുടെയും കുട്ടികളുടെയും വയോജനങ്ങളുടെയും ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയ ഇന്ദിര ഗ്യാരണ്ടി പദ്ധതികൾ വോട്ടായി മാറി എന്നതാണ് ചില സർവേകൾ വിലയിരുത്തുന്നത്. അത്തരം ചില പദ്ധതികൾ പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോഴും UDF വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും യുവതലമുറകൾക്ക് വലിയ പ്രതീക്ഷയും വയോജനങ്ങൾക്ക് ആശ്വാസവും സ്ത്രീ സമൂഹത്തിന് ആത്മവിശ്വാസവും നൽകുന്ന വാഗ്ദാനങ്ങളെ അവരെല്ലാം വലിയ പ്രതീക്ഷയോടും ആദരവും കൂടിയാണ് കണ്ടത് എന്നുള്ളത് വ്യക്തമാണ്. വൻ വിജയം നേടിയ ടീം UDFനും പട നയിച്ച VD സതീശനും ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.